കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും മലയാളി ഹാജിമാർ ഇതിനകം മക്കയിലെത്തിക്കഴിഞ്ഞു. ഇനി ഹജ്ജിൻ്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ്. അടുത്ത മാസം പാതിയിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. നിരവധി മലയാളികളാണ് ഇത്തവണ ഹജ്ജിനായി മക്കയിലേക്ക് എത്തുന്നത്. കരിപ്പൂരിൽ നിന്നായിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ സംഘം ഹാജിമാരുമായുള്ള വിമാനം എത്തിയത്. പുലർച്ചെ ജിദ്ദയിലെത്തിയ ഹാജിമാർ ബസ് മാർഗം മക്കയിലെത്തി. തടിച്ചുകൂടിയ നൂറുകണക്കിന് വളണ്ടിയർമാർക്കിടയിലൂടെ ഹാജിമാർ സ്വീകരണം ഏറ്റുവാങ്ങി താമസ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. ഏറെക്കാലത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ പുണ്യഭൂമിയിലെത്തിയോടുകൂടി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മക്ക അസീസിയയിലെ കെട്ടിടങ്ങളിലാണ് ഹാജിമാർക്ക് താമസം. ആദ്യമെത്തിയ സംഘങ്ങൾ ചെറിയ വിശ്രമത്തിന് ശേഷം ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഇതിനകം 60,000-ലേറെ ഇന്ത്യൻ ഹാജിമാർ മക്കയിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാ സംഘടനകളും വളരെ വളരെ നല്ല സ്വീകരണങ്ങളാണ്. വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ലഗേജുകളും ബസ് സർവീസും അവിടുന്ന് ഫ്ലൈറ്റും. ഈ മാസം 21-നാണ് മലയാളി ഹാജിമാരുടെ വരവ് തുടങ്ങിയത്. ഹറമിലേക്ക് പോകാൻ ഹാജിമാർക്ക് മുഴുസമയം ബസ് സർവീസ് ഉണ്ട്. ഇതുപയോഗപ്പെടുത്തിയാണ് ഹാജിമാർ നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കുമായി ഹറമിലേക്ക് എത്തുന്നത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം ഇന്ന് പറയണം. വളരെ പ്രത്യാശയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കല്ലേ. അള്ളാഹുവാണ് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ കൊച്ചിയിൽ നിന്നും ഹാജിമാരുടെ വരവ് തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 1-ന് കണ്ണൂരിൽ നിന്നും ഹാജിമാരുടെ വരവ് ആരംഭിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡാണ് ഈ വർഷമുള്ളത്. 17,883 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ ഹജ്ജിനെത്തുന്നത്. മുൻ വർഷത്തേക്കാൾ 6,516 എണ്ണം തീർത്ഥാടകരുടെ വർധനവ്. മക്കയിലെത്തിയവർ കനത്ത ചൂടാണ് നേരിടേണ്ടി വരുന്നത്. ആദ്യ വെള്ളിയാഴ്ച ജുമുഅക്കായി മക്കയിലെത്തിയവർ കനത്ത ചൂടിൽ പ്രയാസപ്പെട്ടു. പതിയെ ഹജ്ജ് എത്തുമ്പോഴേക്കും മക്കയിലെ കാലാവസ്ഥയിലേക്ക് ഹാജിമാരുടെ ശരീരം ഇണങ്ങും. നേരത്തെ പള്ളിയിൽ പോയി അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു. നിസ്കാരം ഖുർആനോത്തും എല്ലാം റാഹത്തായിരുന്നു. പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഇവിടെ കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ പടച്ചവന്. ഈ വന്ന എല്ലാ മുനാത്തിനും പടച്ചവൻ ഖൈർ നൽകട്ടെ. ആദ്യമായിട്ടാണ് ജുമാക്ക് പങ്കെടുക്കുന്നത്. പക്ഷേ ഒരു അത്ഭുതമായിരുന്നു. ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിട്ടേ നമുക്ക് നിൽക്കാനും ഇരിക്കാനൊന്നും സ്ഥലമില്ല. അത്രക്കും ആൾക്കാരായിരുന്നു. കോഴിക്കോട് കരിപ്പൂർ എംബാർക്കേഷൻ വഴി 10,430 പേരും, കൊച്ചു വഴി 4,273 പേരും, കണ്ണൂർ വഴി 3,135 പേരുമാണ് ഇത്തവണ ഹജ്ജിനായി എത്തുന്നത്. അടുത്ത മാസം പാതിയിലാണ് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ. അതുവരെ ഹജ്ജിലേക്കുള്ള ആത്മീയമായ ഒരുക്കത്തിലാകും ഹാജിമാർ.